ഇന്നത്തെ ദിവസം തിരക്കിലായതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. കുറച്ച് തിരക്കുണ്ടായിരുന്നു, അത് മാറ്റി വെച്ചു. താങ്ക്സ്. വെൽക്കം. ഇത് വലിയ പരിപാടിയാണല്ലോ. അങ്ങനൊന്നുമില്ല, പിള്ളേരുടെ പാട്ടും ഡാൻസും ഒക്കെ, അത്രേ ഉള്ളൂ. ഓ, കിരൺ ചേട്ടൻ പാട്ട് പാടുവോ? പിന്നെ ഭയങ്കര പാട്ടാ, പക്ഷേ ഒറ്റക്കിരിക്കുമ്പോഴേ പാടൂ. അതുകൊണ്ട് ഇതുവരെ ആരും പാട്ട് കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത് പാടുവെന്ന്. അയ്യേ, ഇതിലെന്തോന്ന് ഇത്ര ചിരിക്കാൻ? എനിക്ക് പിന്നെ ഇന്ന് കിരൺ ചേട്ടന്റെ പാട്ട് കേട്ടിട്ടേ പോകുന്നുള്ളൂ. ചതിക്കല്ലേ മോളെ, എനിക്ക് ഈ പാട്ട് പാടുന്നവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാ. ഓ, ഞാൻ കൊച്ചിലെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ, സത്യമായിട്ടും ഭയങ്കര പാട്ടായിരുന്നു. സത്യമായാലും ഇല്ലെങ്കിലും തന്റെ പാട്ട് മറ്റൊരു ദിവസം കേൾക്കാം. ക്രിസ്മസ് ആഘോഷം താൻ ദുഃഖവെള്ളി ആക്കല്ലേ പ്ലീസ്. വീണ്ടും അപമാനം. ചിന്നുവിന് പാട്ടും ഡാൻസും ഒക്കെ അറിയില്ലേ? ഡാൻസ് അറിയാം. ഇയാളും വീട്ടിലെ റോബോട്ട് കൂടി മത്സരിച്ച ഡാൻസ് കളി. അവസാനം റോബോട്ട് ജയിക്കും. അമ്മാനും സ്റ്റെപ്പല്ലേ ഇയാളുടെ. നല്ല മനസുഖം. ചിന്നുന് മാജിക് അറിയാലോ അല്ലേ? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കാണിക്കൂ. അതിപ്പോ പെട്ടെന്ന് എന്തേലും ചെറുതായിട്ട് മതിയെന്നേ. ഇനിയൊന്നും പറയണ്ട, മാജിക് കാണിച്ചേ പറ്റൂ. ഈ അറിയാൻ വയ്യാത്തവരോട് എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? ഞാൻ കാണിക്കാം. വേറെ പരിപാടിയൊന്നുമില്ല. നല്ല ജോലി, കാണാൻ അത്യാവശ്യം സൗന്ദര്യം, വിവാഹപ്രായമായി. ആരെയും നോക്കുന്നില്ലേ? അല്ല, വിവാഹത്തിന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. അല്പം താമസിച്ചാലും മനസ്സിനിണങ്ങിയ ആളെ തന്നെ കിട്ടണമല്ലോ. തെറ്റായ ലൈഫ് പാർട്ണറെ ജീവിതത്തിലേക്ക് വിളിച്ചു കയറ്റി എന്തിനാ വെറുതെ രണ്ടുപേരുടെയും ജീവിതം കളയുന്നത്? അത് ശരിയാ. കിരണ് ലവറൊന്നുമില്ലേ? അല്ല, വേറൊന്നും കൊണ്ടല്ല, വെറുതെ ഒന്ന് അറിയാൻ. അങ്ങനെ പറയാൻ മാത്രമുള്ള ലവറൊന്നുമില്ല. പക്ഷേ എനിക്കൊരാളെ ഇഷ്ടമാ. ഇഷ്ടമെന്ന് പറഞ്ഞാ ഭയങ്കര ഇഷ്ടം. ഞാനിതുവരെ ആളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ പറയണം. ആരാ കക്ഷി? ഇവിടെ അടുത്തുള്ളതാണോ? അതൊക്കെ ഞാൻ വേറൊരു ദിവസം പറയാം. പറഞ്ഞിട്ട് ചിലപ്പോ നടന്നില്ലെങ്കിലോ? അല്ല, എന്റെ ഒരു സമാധാനത്തിന് ആരാണെന്നെങ്കിലും പറഞ്ഞൂടെ? ഞാനൊരാളെ സ്നേഹിക്കുന്നതിന് തനിക്കെന്തിനാ സമാധാനക്കേട്? അങ്ങനെയൊന്നുമില്ല, എന്നാലും ഒന്ന് അറിയാൻ വേണ്ടി. അതിന് അയാളോട് പോലും പറഞ്ഞിട്ടില്ല. അതെ, സത്യമായിട്ടും എനിക്കങ്ങനെ പൊസസീവ്നെസ് ഒന്നും ഇല്ല കേട്ടോ. മഹീദുര അത് വിട്ടില്ലേ? ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, എന്തെങ്കിലും ആ രീതിയിൽ തോന്നിയിട്ടായിരിക്കുമല്ലോ കിരൺ അങ്ങനെ പറഞ്ഞത്. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇപ്പോ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? അതൊരു പരിധിവരെ നല്ലതല്ലേ? ഇഷ്ടമാണല്ലേ ചിന്നുവിനെ? അങ്ങനെയൊന്നുമില്ല. അയാൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പോകുമ്പോ ഞാനായിട്ട് എന്തിനാ? അത് വേണ്ട, ശരിയാവില്ല. അതെന്താ? ചിന്നുവിന് തനിക്കൊരു നല്ല ജീവിതം കൊടുത്തൂടെ? ഇനി എന്റെ തോന്നലാണോന്ന് എനിക്കറിയില്ല, തനിക്ക് ചിന്നുവിന് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി. അപ്പോ കിരണോ? അത് ഞാൻ എന്റെ ആളോട് സമയം സന്ദർഭമൊക്കെ നോക്കി പറഞ്ഞോളാം. മഹി ചിന്നുവിന്റെ കാര്യം ആലോചിക്കും. മഹിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് വേഗം അയാളെ അറിയിക്കണം. മനസ്സിൽ ഇഷ്ടം തോന്നിയാ പിന്നെ വച്ച് താമസിപ്പിക്കരുത്. അപ്പൊ തന്നെ അത് പറഞ്ഞേക്കണം. അപ്പോ അതിനൊരു തീരുമാനമാവുമല്ലോ. മനസ്സിൽ ഇഷ്ടം വെച്ചിട്ട് അയാളോട് മറ്റൊന്ന് അഭിനയിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചിലപ്പോ ചിന്നുവിനും ഇഷ്ടമാണെങ്കിലോ?
പരസ്പരം പ്രേമിച്ച് മനസ്സിലാക്കി ഒരുമിച്ചുള്ള കുറെ നല്ല നിമിഷങ്ങളാ തുറന്നു പറയാൻ പറ്റാത്തതിന്റെ പേരില് ഇങ്ങനെ വൈകുന്നത്. ഇതൊക്കെ തനിക്ക് ചിന്നുവിനോട് ഇഷ്ടമുണ്ടോന്ന് എനിക്ക് സംശയമുള്ളതുകൊണ്ട് പറഞ്ഞതാ. ഇല്ലെങ്കിൽ അത് മനസ്സിൽ വെക്കണ്ട. നിങ്ങൾ രണ്ടുപേരുടെ പെരുമാറ്റം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. ഇനി ചിന്നുവിന് മഹിയോട് അങ്ങനെ എന്തെങ്കിലും അടുപ്പമുണ്ടോ? അതിനൊന്നും സാധ്യതയില്ല. കണ്ടാൽ തന്നെ കടിച്ചു താൻ നിൽക്കും. വലിയ ദേഷ്യം എന്നോട്. അതൊക്കെ വെറുതെ ആടോ. ഉള്ളില് സ്നേഹമുള്ളവരാ പുറമെ കൂടുതൽ ദേഷ്യം കാണിക്കുന്നത്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? നിങ്ങളുടെ കാര്യത്തില് ഈശ്വരന്റെ പ്ലാൻ എന്താണെന്ന് അറിയില്ലല്ലോ. മഹി ഒന്ന് കണ്ണടച്ചേ. എന്തിന്? ചിന്നുവിന് തന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ 5 വരെ എണ്ണുന്നതിന് മുന്നേ ചിന്നു ഇങ്ങോട്ടേക്ക് വരും. നമുക്കേ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. കണ്ണടയ്ക്ക്. ഞാനും അടയ്ക്കാം. കണ്ണടച്ചോ? അടിച്ചു. എന്നിട്ടേ